ജിം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ടൈം ആയിരിക്കും, സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ലേഡീസ് ട്രെയിനർ ആയിരിക്കും, ജെന്റ്സിന് സെപ്പറേറ്റ് ടൈം. പിന്നെ മ്യൂസിക് ഉണ്ടാവില്ല, ഓപ്പൺ ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവില്ല. ഇതിങ്ങനെ എല്ലാത്തിലും മതം വേണം. ആദ്യം ഹലാലായിരുന്നു, ഇപ്പൊ മുസ്ലിം ഫ്രണ്ട്ലി ആയി. ഇനി സനാതന ജിം എന്ന് പറഞ്ഞൊരു സാധനം വരും ചിലപ്പോൾ നാളെ, സനാതനികൾക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്തൊരു നാടിനെ പോക്കെ ആലോചിച്ച് നോക്കുന്നത്. സീക്രട്ട് ഏജൻറ് താങ്കളൊരു കാര്യത്തെപ്പറ്റി വ്യക്തമായി പഠിക്കാതെ അതിനെപ്പറ്റി മനസ്സിലാക്കാതെ ദയവ് ചെയ്ത് ആളുകൾക്കിടയിലും മതസ്പർദ്ധത ഉണ്ടാക്കരുത്. മതസ്പർദ്ധതയും തന്നെയല്ലേ പറയുന്നത്. പിന്നെ ഒരു വിഷയത്തെ എന്തിനാണ് നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ വേറൊരു തരത്തിലോട്ട് തള്ളിവിടുന്നത്? ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന് ഊന്നൽ കൊടുത്ത് പറഞ്ഞെങ്കിലും അവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് ആ പുള്ളിക്കാരൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും പ്രത്യേകമാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്താണ് ഇത്ര തെറ്റുള്ളത്? ഒരേ ഫ്ലോറിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് കംഫേർട്ട് അല്ലാത്ത സ്ത്രീയും പുരുഷനും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ പേഴ്സണലി എനിക്കും പറ്റില്ല. ഇപ്പം ആണുങ്ങളൊക്കെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഇപ്പം പെണ്ണുങ്ങളാണെങ്കിൽ പോലും എനിക്ക് ഒന്ന് കുനിയാനോ നൂരാനോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഏരിയയിൽ ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം അവിടെ ഇടുന്ന മ്യൂസിക്കൊക്കെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു ജിമ്മ് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മിലൊക്കെ ഒരാളുടെ ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ മ്യൂസിക് വെക്കുന്നത്. ഇപ്പം നമ്മൾ ജിമ്മെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് ഈ ലൗഡ് സ്പീക്കറിൽ വെക്കുന്ന മ്യൂസിക്, അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്, അതുപോലുള്ള ബീറ്റ്സ് ഒക്കെ അല്ലേ. ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും പ്രമാണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഈ മ്യൂസിക്, സംഗീതം കേൾക്കുന്നത് ഹറാമാണ്. ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടി ജിമ്മിൽ പോകുമ്പോൾ നിർബന്ധപൂർവ്വം നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഈ ഒരു മ്യൂസിക് കാരണം അവൻ്റെ മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നില്ലേ? ഒരു പരിഹാരമല്ല ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നത് തന്നെ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യവും അല്ലെങ്കിൽ അവൻ്റെ ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലേ? മ്യൂസിക് കേൾക്കണമെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചും കേൾക്കാമല്ലോ, അല്ലാതെ അവിടെ ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നും അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഇപ്പം വെജിറ്റേറിയൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകം ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകം ബസ് ഉള്ളതുപോലെ, പ്രത്യേകം ട്രെയിൻ കോച്ചുകൾ ഉള്ളതുപോലെയൊക്കെ ഉള്ളൂ ഇതും. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം വന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ആരെയും മാറ്റി നിർത്തുക എന്നല്ല, എല്ലാവരെയും എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലേ. ഇസ്ലാം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ആ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവരുടെ നിയമങ്ങളൊന്നും തെറ്റിക്കാതെ അവരുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മളതിനെ പോസിറ്റീവായിട്ടല്ലേ എടുക്കാനുള്ളത്. അല്ലാതെ അവന് കുറച്ച് താടിയും അവനൊരു മുസ്ലിമും ആയതുകൊണ്ട് അവനെ തീവ്രവാദി ആക്കുകയല്ല വേണ്ടത്.